സംഘടിപ്പിക്കുന്നതിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ അപാകത സംഭവിച്ചിട്ടുണ്ട്. കേരള സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് പണം ചെലവഴിച്ച് 52 വാഹനങ്ങൾ വാങ്ങുകയും അത് കൃത്യമായി ഈ കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ മുറ്റത്ത് നിരത്തിയിട്ട് അത് വെച്ച് മനോഹരമായി പ്രോഗ്രാം നടത്തണം എന്ന് നിർദ്ദേശം നൽകിയിരുന്നു. ഉദ്യോഗസ്ഥൻ അതിന് യാതൊരു ഉത്തരവാദിത്വം കാണിച്ചില്ല. മാത്രമല്ല, ഈ ചടങ്ങിലേക്ക് വന്നിരിക്കുന്നത് എൻ്റെ പാർട്ടിക്കാരും എൻ്റെ പേഴ്സണൽ സ്റ്റാഫും KSRTCയിലെ ജീവനക്കാരും മാത്രമാണ്. ഒരാളെ പുറത്തുനിന്ന് വിളിക്കുകയോ ഈ പരിപാടിക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്യാത്തതുകൊണ്ട് ഉദ്യോഗസ്ഥൻ്റെ പേരിൽ നാളെ നടപടിയെടുക്കും. ഈ പരിപാടി ദയവ് ചെയ്ത് ക്ഷമിക്കണം. ഈ പരിപാടി ഇവിടെ റദ്ദാക്കുകയാണ്. ഇതിൻ്റെ മുറ്റത്ത് വണ്ടി കയറ്റിയിട്ടാൽ ടൈൽസ് പൊട്ടും എന്നൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. ആ ഉദ്യോഗസ്ഥൻ ആരാണ്? കാരണം കാറ് കയറ്റിയിട്ട പൊട്ടുന്ന ടൈൽസാണ് ഇവിടെ ഇട്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ ആരാണെന്ന് ബന്ധപ്പെട്ട മന്ത്രിക്ക് ഞാൻ കത്ത് കൊടുക്കും. എല്ലാവരും ക്ഷമിക്കണം. ഈ പരിപാടി ഇവിടെ റദ്ദാക്കുകയാണ്. ഇത് ഞാനിവിടെ എല്ലാ വണ്ടിയും നിരത്തിയിടണം എന്ന് പ്രത്യേക നിർദ്ദേശം വണ്ടി വരുന്നതിന് മുമ്പ് തന്നെ നൽകിയിരുന്നു. അതുകൊണ്ട് മറ്റൊരു ദിവസത്തേക്ക് പരിപാടി മാറ്റിവെക്കുകയാണ്. എല്ലാവരും ക്ഷമിക്കണം. ഒരിക്കൽ കൂടി ഞാൻ ഖേദം പ്രകടിപ്പിക്കുകയാണ്. എൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുള്ള വീഴ്ചയിൽ നടപടിയെടുക്കും. ഒരാളെയും ഈ പരിപാടിയിൽ എൻ്റെ പാർട്ടിക്കാരിരിപ്പുണ്ട് തിരുവനന്തപുരത്തുള്ള, പിന്നെ KSRTCയിലെ ഉദ്യോഗസ്ഥന്മാർ ജീവനക്കാരിരിപ്പുണ്ട്, പിന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാരെ പോലും വിളിച്ചുകൊണ്ടുവരാൻ ഈ വ്യക്തിക്ക് കഴിഞ്ഞില്ല. അതിന് നടപടിയെടുക്കും. എല്ലാവരും ക്ഷമിക്കണം. പരിപാടി സംഘടിപ്പിക്കുന്നതിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ അപാകത സംഭവിച്ചിട്ടുണ്ട്. കേരള സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് പണം ചെലവഴിച്ച് 52 വാഹനങ്ങൾ വാങ്ങുകയും അത് കൃത്യമായി ഈ കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ മുറ്റത്ത് നിരത്തിയിട്ട് അത് വെച്ച് മനോഹരമായി പ്രോഗ്രാം നടത്തണം എന്ന് നിർദ്ദേശം നൽകിയിരുന്നു. ഉദ്യോഗസ്ഥൻ അതിന് യാതൊരു ഉത്തരവാദിത്വം കാണിച്ചില്ല. മാത്രമല്ല, ഈ ചടങ്ങിലേക്ക് വന്നിരിക്കുന്നത് എൻ്റെ പാർട്ടിക്കാരും എൻ്റെ പേഴ്സണൽ സ്റ്റാഫും KSRTCയിലെ ജീവനക്കാരും മാത്രമാണ്. ഒരാളെ പുറത്തുനിന്ന് വിളിക്കുകയോ ഈ പരിപാടിക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്യാത്തതുകൊണ്ട് ഉദ്യോഗസ്ഥൻ്റെ പേരിൽ നാളെ നടപടിയെടുക്കും. ഈ പരിപാടി ദയവ് ചെയ്ത് ക്ഷമിക്കണം. ഈ പരിപാടി ഇവിടെ റദ്ദാക്കുകയാണ്. ഇതിൻ്റെ മുറ്റത്ത് വണ്ടി കയറ്റിയിട്ടാൽ ടൈൽസ് പൊട്ടും എന്നൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. ആ ഉദ്യോഗസ്ഥൻ ആരാണ്? കാരണം കാറ് കയറ്റിയിട്ട പൊട്ടുന്ന ടൈൽസാണ് ഇവിടെ ഇട്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ ആരാണെന്ന് ബന്ധപ്പെട്ട മന്ത്രിക്ക് ഞാൻ കത്ത് കൊടുക്കും. എല്ലാവരും ക്ഷമിക്കണം. ഈ പരിപാടി ഇവിടെ റദ്ദാക്കുകയാണ്. ഇത് ഞാനിവിടെ എല്ലാ വണ്ടിയും നിരത്തിയിടണം എന്ന് പ്രത്യേക നിർദ്ദേശം വണ്ടി വരുന്നതിന് മുമ്പ് തന്നെ നൽകിയിരുന്നു. അതുകൊണ്ട് മറ്റൊരു ദിവസത്തേക്ക് പരിപാടി മാറ്റിവെക്കുകയാണ്. എല്ലാവരും ക്ഷമിക്കണം. ഒരിക്കൽ കൂടി ഞാൻ ഖേദം പ്രകടിപ്പിക്കുകയാണ്. എൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുള്ള വീഴ്ചയിൽ നടപടിയെടുക്കും. ഒരാളെയും ഈ പരിപാടിയിൽ എൻ്റെ പാർട്ടിക്കാരിരിപ്പുണ്ട് തിരുവനന്തപുരത്തുള്ള, പിന്നെ KSRTCയിലെ ഉദ്യോഗസ്ഥന്മാർ ജീവനക്കാരിരിപ്പുണ്ട്, പിന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാരെ പോലും വിളിച്ചുകൊണ്ടുവരാൻ ഈ വ്യക്തിക്ക് കഴിഞ്ഞില്ല. അതിന് നടപടിയെടുക്കും. എല്ലാവരും ക്ഷമിക്കണം. പരിപാടി